PSC വിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 10th പ്രിലിംസിൻ്റെ 3rd ഫേസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ DS കോത്താരി. 2. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ എ ആണ് ഡിസംബർ 10. 3. ഫ്രാൻസ് തുമ്മിയ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? 3. ബി ആണ് മെറ്റേണിക്. 4. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? 4. ബി ആണ് കൂറുളി ചേകോൻ. 5. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിൽ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഓപ്ഷൻ സി ആണ് കൊല്ലം. 6. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയുടെ സമയം എത്ര? 6. സി ആണ് 7:30 PM. 7. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 7. സി ആണ് ഇവയെല്ലാം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചിലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിക്കുന്ന സർക്കാർ നയം ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. 8. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? 8. ഡി ആണ് 61. 9. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഓപ്ഷൻ ബി ആണ് നെയ്യാറ്റിൻകര. 10. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമേത്? ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണ്. 11. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമേത്? 11. ഡി ആണ് കേരളം. 12. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? 12. ഓപ്ഷൻ ബി ആണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. 13. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗം ഏത്? 13. ഓപ്ഷൻ ബി ആണ് ഉപദ്വീപീയ പീഠഭൂമി. 14. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത്? 14. ഓപ്ഷൻ എ ആണ് ദേശീയ ജലപാത 3. 15. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? 15. ഓപ്ഷൻ ബി ആണ് ഉത്തര മഹാസമതലം. 16. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിലെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? 16. ഓപ്ഷൻ എ ആണ് ഭൂതല ഛായാഗ്രഹണം. 17. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏത്? 17. ഓപ്ഷൻ എ ആണ് ഇന്ദിരാ പോയിന്റ്. 18. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം ഏത്? ഓപ്ഷൻ ബി ആണ് പശ്ചിമ അസ്വസ്ഥത. 19. പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി ആണ് 1, 3 ശരിയാണ്. 1. താരതമ്യേന വീതി കുറവ്. 3. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. 20. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ സി കാഞ്ചൻജംഗ. 21. ചുവടെ പറയുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏത്? ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ ആണ് തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. 22. തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്? ഓപ്ഷൻ ബി 1949 ജൂലൈ 1. 23. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? ഓപ്ഷൻ സി ആണ് ചമ്പാരൻ. 24. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻ എ ആണ് ജൊനാഥൻ ഡങ്കൻ. 25. താഴെ പറയുന്നതിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് 2 മാത്രം പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും. 26. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? 26. ഓപ്ഷൻ ഡി ആണ് വാഗ്ഭടാനന്ദൻ. 27. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? 27. ഓപ്ഷൻ എ ആണ് NS മാധവൻ. 28. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായി യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? 28. ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. 29. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നതാരെയാണ്? 29. ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. 30. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്ക്? 30. ഓപ്ഷൻ സി ആണ് ഹാൻകാങ്. 31. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? 31. ഓപ്ഷൻ ബി ആണ് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. 32. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? 32. ഓപ്ഷൻ എ ആണ് സോവിയറ്റ് യൂണിയൻ.
33 താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? 1. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണ്. 2. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. 3. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം തെറ്റായ പ്രസ്താവനകളാണ്. 34 ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതാര്? ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതി. 35 താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 35 ഓപ്ഷൻ സി ആണ് വരുന്നത്. സി 1ഉം 3ഉം മാത്രം. 1. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 36 ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 36 ഓപ്ഷൻ എ ആണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17 ആണ്. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32. 37 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഫസൽ അലി. 38 പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? 38 ഓപ്ഷൻ ബി ആണ് മാൻഡമസ്. 39 ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? 39 ഓപ്ഷൻ സി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 40 ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി ആണ് 22.